നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഇന്ത്യ വിരുദ്ധമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു വരികയുമാണ്. ഏറ്റവും ഒടുവിലായി ഇസ്കോണിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് 17 ഹിന്ദു നേതാക്കളുടെ സ്വാമി ചിന്മയ് കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ ഇസ്കോണിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതെല്ലാം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്. അവർ അക്കൗണ്ടുകളെല്ലാം, ഇടപാടുകളെല്ലാം വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോവുകയാണ് എന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. എന്തായാലും ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജി വഴി ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സംഘടനയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രം ബംഗ്ലാദേശ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇസ്കോൺ പോലുള്ള സംഘടനകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ബംഗ്ലാദേശ് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ മറ്റൊരു കാര്യം കൂടി നടന്നിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നും അവർക്ക് ആയുധമെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കുറേ നാളായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ബംഗ്ലാദേശ് എടുത്തിട്ട്, നേരത്തെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ആയുധങ്ങൾ വാങ്ങാനുള്ള, ബംഗ്ലാദേശിന് ആയുധങ്ങൾ നൽകാനുള്ള കരാറിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒപ്പിട്ടിരുന്നതുമാണ്. അത് വാർത്തയായിരുന്നതുമാണ്. ഇപ്പോൾ ഇതാ ആദ്യമായി 52 വർഷത്തിനൊടുവിൽ ആദ്യമായി പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായി കപ്പൽ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സത്യത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ച് പുറത്തുപോയതിനു ശേഷം ഉടൻ തന്നെ ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വം മുഹമ്മദ് യൂനസ്, സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനസ് ഏറ്റെടുത്തിരുന്നു. മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു, അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തു, ഇങ്ങനെ നിരവധി ആളുകളെ കൊന്നൊടുക്കി. ഇങ്ങനെയുള്ള ധാരാളം ആക്രമണങ്ങൾ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നേരെ നടന്നു. എന്ന് മാത്രമല്ല, ഹിന്ദുക്കളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ഒക്കെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം, നിർബന്ധിതമായി അവരെ രാജിവയ്പ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പറയുന്ന ആക്രമണകാരികൾ മുതിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം ഇതിനെതിരെയൊക്കെ ഉയരുകയുമാണ്. ഈ സാഹചര്യം കൊണ്ട് തന്നെ ബംഗ്ലാദേശ് ആയുധം വേണം, അല്ലെങ്കിൽ ഈ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നയുടൻ തന്നെ ബംഗ്ലാദേശ് സൈന്യം അവർക്ക് വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും വേണമെന്നൊരാവശ്യമാണ് സർക്കാരിന് മുന്നിൽ വച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളെയും ബംഗ്ലാദേശ് സമീപിച്ചു. പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഒരു രാജ്യവും അവർക്ക് ആയുധം നൽകാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് സർക്കാരിലെ ചില പാക് അനുകൂലികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടാനും അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുമുള്ള ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആയുധങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ടാങ്കുകളോ മിസൈലുകളോ ബോംബുകളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ ഒന്നുമല്ല പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്തരമൊരു സംശയം ഉണ്ടായേക്കാം. കാരണം പാകിസ്ഥാൻ അത്ര വലിയ രാജ്യമാണോ? പല രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഓസിന് വാങ്ങുന്ന പാകിസ്ഥാൻ ഇനിയിപ്പോൾ ബംഗ്ലാദേശിന് ഇങ്ങനെ ആയുധങ്ങൾ കൊടുക്കാൻ മാത്രം ശക്തരാണോ? ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർ എങ്ങനെയാണ് ബംഗ്ലാദേശിന് ആയുധങ്ങൾ നൽകുന്നത് എന്നൊക്കെ നമുക്ക് സംശയമുണ്ടായേക്കാം. പക്ഷേ അതൊന്നുമല്ല. ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ വെടിയുണ്ടകളും RDXുമാണ്. അത് പാകിസ്ഥാന് എന്തായാലും ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. ആയുധങ്ങൾ ചോദിച്ച ഉടൻ തന്നെ പാകിസ്ഥാൻ തിരിച്ചു ചോദിച്ചത് ആദ്യം പണം തരണമെന്ന ആവശ്യമാണ്. അങ്ങനെ ആദ്യം പണം കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ആയുധങ്ങൾ ബംഗ്ലാദേശിന് കൈമാറിയിരിക്കുന്നത്. ഇതിലെ അപകടം എന്നത് വെടിയുണ്ടകളും RDXുമാണ്. വെടിയുണ്ടകൾ നമുക്ക് മാറ്റിവെക്കാം. RDX അതിനി സൈന്യത്തിൻ്റെ പക്കൽ ഭദ്രമായിരിക്കുമോ? ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, അവർ തുറന്നുവിട്ട കൊടും ഭീകരർ, ഇവരെല്ലാം ചേർന്ന് ഇനി ഈ RDX കൈകാര്യം ചെയ്യുമോ? ഇനി എവിടെ വേണമെങ്കിലും RDX പൊട്ടിത്തെറിക്കാം, ആരെ വേണമെങ്കിലും ഇതുപയോഗിച്ച് കൊല്ലാം എന്നൊരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യ പ്രത്യേകിച്ചും ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാൻ നൽകിയ RDX ഇനി ബംഗ്ലാദേശ് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇനി ആശങ്കകൾ കിടക്കുന്നത്. എന്തായാലും കാത്തിരുന്നു കാണാം. അല്ലെങ്കിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ് എന്ന നിലപാടിലാണ് ഇന്ത്യൻ സർക്കാർ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം.
Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.